മാർവൽ സോംബീസ് ഡയറക്റ്റഡ് ബൈ ബ്രയൻ ആൻഡ്രൂസ്. കിട്ടിയ സാധനം. ഇങ്ങനത്തെ ഒരു ആനിമേറ്റഡ് സീരീസ് ഇത്ര ക്വാളിറ്റിയിൽ ഇറങ്ങുന്നത് വളരെ അപൂർവമാണ്. മാർവലിന്റെ എനിക്ക് തോന്നുന്നത് ദി ബെസ്റ്റ് വർക്ക് ഞാൻ പറഞ്ഞ സീരീസിലാണ്, വെബ് സീരീസുകളിലാണ് ദി ബെസ്റ്റ് വർക്ക് എന്ന് തോന്നിപ്പിച്ച ഒരു സീരീസും കൂടിയാണ് മാർവൽ സോംബീസ് എന്ന് പറയുന്നത്. എന്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നറിയോ? 4 എപ്പിസോഡുള്ളൂ, 30 മിനിറ്റിന്റെ എന്തൊരു. അതിന് മുന്നേ ആനിമേറ്റഡ് സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, X-Men 97 എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും അതിനെ വാട്ടിഫ് ഒക്കെ ഫസ്റ്റ് സീസൺ കിട്ടി, സെക്കൻഡ് സീസൺ ഇറ്റ്സ് ഓക്കെ, തേർഡ് സീസൺ ഊമ്പിപ്പോയി. അതേപോലെ തന്നെ ഈ പറഞ്ഞ X-Men 97 ഒക്കെ അതിന് മാത്രം വലിയൊരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വന്ന സാധനം ഇരുന്നത്, പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷേ ഈ മാർവൽ സോംബീസ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കാൻ എത്ര സാധനങ്ങളുണ്ടെന്നുള്ള ഞാൻ തന്നെ മറന്നു. അത്ര സാധനങ്ങളുള്ള കിട്ടിയ ആക്ഷൻ സീൻസ് ഉള്ള ഒരു സാധനമാണ് മാർവൽ സോംബീസ് എന്ന് പറയുന്നത്. ആനിമേഷനാണ് മുഖം ചൊളിക്കേണ്ട. ആനിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമേഷനിലാണ് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ മാർവല് നമ്മൾ മിസ് ചെയ്ത മാർവൽ ഉണ്ടല്ലോ കുറേ ആയിട്ട്, അങ്ങനത്തെ ഒരു മാർവൽ. ഞാൻ ഡെഡ്പൂൾ ആൻഡ് വോൾവറിന്റെ കാര്യമല്ല പറഞ്ഞത്, മാറ്റി നിർത്തിയാൽ മാർവൽ കുറേ ഡിസാസ്റ്റർ സാധനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പം അടുത്തിറക്കിയ വരെ അയൺ ഹാർട്ടൊക്കെ എന്തെന്നാ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഷിയാൾക്കൊക്കെ അറിയാലോ. അപ്പം അങ്ങനെ പൊതുവേ കുറേ ആയിട്ടൊരു ഊമ്പി പോണ പരിപാടിയാണ് ഈ മാർവൽ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിൽ ഇത് ഡയറക്ടർ പേരാലോചിച്ചോ, ബ്രയൻ ആൻഡ്രൂസ്. കിട്ടിയ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതില് ഞാൻ പറഞ്ഞത്, ഇതില് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ബ്ലേഡ് ഉണ്ട് ഇതിൽ. ബ്ലേഡിന്റെ കുറച്ച് സാധനങ്ങൾ ഇത് ചെയ്തിട്ട് ഓറ സ്ക്രീൻ പ്രൊസസ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണമെന്ന് അറിയാം. അതായത് തോറിന്റെ 2-3 എൻട്രി ഉണ്ട്. തോറിനൊക്കെ യൂട്ടിലൈസ് ചെയ്ത രീതി കാണണം. അയ്യോ, അതേപോലെ പിന്നെ വാണ്ടാവിഷനെ അറിയാലോ, മാക്സിമോഫിനെ അറിയാലോ. ഇത് തല തിരിഞ്ഞ സൂപ്പർ ഹീറോ ആണ്. കുറേ നായികവും കുറേ വില്ലത്തിയാവും. അത് ഇതേപോലെ തന്നെയാണ് തീരും. ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. കാരണം അവഞ്ചേഴ്സിലൊക്കെ ഈ മാക്സിമോഫ് വരുന്ന ടൈമിൽ അവഞ്ചേഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന ക്യാരക്ടറാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവഞ്ചേഴ്സിൽ തന്നെ വരും. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ മൂവിയിൽ പിന്നെ തല തിരിയും. അപ്പം അങ്ങനെ തല തിരിഞ്ഞ നായകവും ഇതിൽ തല തിരിഞ്ഞിട്ടാണ്. അങ്ങനെ ഇതിൽ പിന്നെ വേറൊരു സാധനമുണ്ട്. ഫൈനൽ എപ്പിസോഡിൽ ഇൻഫിനിറ്റി ഹൾക്കിൻ്റെ ഒരു വരവുണ്ട്. അത് ഈ എന്താ പറയുക, ഇൻഫിനിറ്റി ഹൾക്ക് എന്താണെന്നുള്ളത് കോമിക്സ് ഒക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം. ഇൻഫിനിറ്റി ഹൾക്കിൻ്റെ കുറച്ച് സാധനമുണ്ട്, കുറച്ച് ആക്ഷൻ ഉണ്ട്, അറഞ്ചം പുറം ചട്ടി എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. സ്പൈഡർമാൻ ഇതിൽ സോംബീസിനെ കുറച്ച് തല പറിച്ചിരിക്കുന്ന സീനുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് പാന്തറിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടറൈസേഷൻ, ഒരു താനോസിനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. സോംബിയാണ് താനോസ്. ഇതിൽ ഒരു ഫൈറ്റ് ഉണ്ട്, എന്നുള്ള മ്യൂസിക് ഇട്ടിട്ടുള്ള ഒരു ഫൈറ്റ്, ഒരു പഞ്ചുണ്ട്. പക്ഷെ ഭയങ്കര ഇമോഷണൽ സാധനമായിപ്പോയി. അത് എന്താണെന്നുള്ള നിങ്ങൾ കാണുന്ന ടൈമിൽ മനസ്സിലാവും. ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ കിട്ടിയ സാധനം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള തന്നെയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 എപ്പിസോഡുള്ളൂ. സെക്കൻഡ് സീസൺ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇല്ലാന്നുണ്ടെങ്കിൽ 2027 വരുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറക്കിയിട്ടുള്ള സാധനം കിട്ടിയ സാധനം. ഇപ്പോൾ സ്പൈഡർമാൻ സോംബീസിന്റെ തല പറിക്കണ ഒരു സീനുണ്ട്. ഞാൻ സാധനം ഇരുന്നത്. അപ്പം അങ്ങനെ ഒട്ടും കുറേ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തൊക്കെ ക്യാരക്ടേഴ്സുള്ള അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, വേണ്ട പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ആര് മരിക്കും ആര് ജീവിക്കുന്നു നമുക്കൊരു പിടുത്തം കിട്ടൂല. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എന്തൊരു സാധനമാണെന്ന് അറിയോ മാർവൽ സോംബീസ് എന്ന് പറഞ്ഞത്. ഒരു സെക്കൻഡ് എനിക്ക് ഇതിൽ ബോറടിച്ചിട്ടില്ല. തോറിൻ്റെ ഒക്കെ 2-3 എൻട്രി ഉണ്ട് ഇതിൽ, മനസ്സിലായില്ല. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കഥയില്ല, ഞാൻ പറയണില്ല, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ ഇത് പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീക്വൻസുകളിലേക്ക് പോലെ സ്പോയിലറാവും. അതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ച് സ്പോയിലർ ആയിരിക്കണം. അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞില്ല. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കാണാൻ. 1/2 മണിക്കൂറിൻ്റെ 4 എപ്പിസോഡാണുള്ളത്, അതായത് 2 മണിക്കൂറുള്ളപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞത് ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സെപ്റ്റാക്സ് സൈനിങ് ഔട്ട്.